എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനും ഉള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ആ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 16. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മൈത്രേയ മഹർഷി വിദുരർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാന്റെ വരാഹ അവതാരത്തെക്കുറിച്ച്. വരാഹ അവതാരാവിർഭാവം കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും വിശദമായി പറയണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടായത് എന്നുള്ള വിവരം കൂടുതൽ വിശദമായി അറിയണമെന്ന് വിദുരർ ചോദിച്ചപ്പോൾ മൈത്രേയ മഹർഷി വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കശ്യപ മഹർഷിയുടെയും ദിതിയുടെയും കാര്യങ്ങൾ, ദിതിയുടെ ഗർഭധാരണം, ഗർഭത്തിൽ വളരുന്ന 2 കുഞ്ഞുമക്കൾ, 2 അസുരന്മാരാണ് വളർന്നു വരുന്നത്. അവർ ഈ ലോകത്തിനും ദേവന്മാർക്കും വരെ നാശം വിതയ്ക്കുമെന്ന് മനസ്സിലാക്കി ദിതി പ്രസവിക്കാതെ 100 വർഷം ഗർഭത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ അവരുടെ പ്രഭാവത്തെ മറച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ആസുരിക പ്രഭാവത്താൽ ലോകം മുഴുവൻ അന്ധകാരം വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ ബ്രഹ്മദേവനെ പോയി കണ്ട് വിഷമം പറയുകയാണ്. അപ്പോഴാണ് ബ്രഹ്മദേവൻ ഈ 2 അസുര ജന്മങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ച് ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ തന്നെ മാനസപുത്രന്മാരായ ആദ്യം ജനിച്ച മഹാദേവനും മുന്നേ ജനിച്ചവരാണ് സനകാദി മഹർഷിമാരെന്നാണ് പറയുന്നത്. അവരെ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാനായിട്ട് ആകാശമാർഗം അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കവേ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 6 കവാടവും സുഖമായി ആരും തടയാനില്ലാതെ കടന്നു ചെന്നപ്പോൾ 7ാമത്തെ കവാടത്തിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ അതാ ഭഗവാന്റെ 2 ദ്വാരപാലകന്മാരായിട്ടുള്ള 2 പാർഷദന്മാർ അവിടെ നിൽക്കുന്നൊക്കെ അതയും എന്തിയിട്ട് അവരെ കണ്ടിട്ടും അനുവാദമൊന്നും ചോദിക്കാൻ നിൽക്കാതെ നേരെ അകത്തോട്ട് കടക്കാൻ ശ്രമിക്കവേ ഈ 2 പാർഷദന്മാരും അവരെ ഒരു വടി മുന്നിൽ വെച്ച് ഈ സനകാദി മഹർഷിമാരെ തടയുകയാണ്. അപ്പോഴാണ് അവർ ഈ ജയവിജയന്മാരായ ഈ 2 പാർഷദന്മാരെ ശപിക്കുന്നത്. അതായത് വൈകുണ്ഠത്തിൻ്റെ 6 കവാടവും കടന്ന് 7ാമത്തെ കവാടത്തിൻ്റെ മുന്നിൽ എത്തണമെങ്കിൽ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇച്ഛിക്കാതെ അത് ഒരിക്കലും സംഭവിക്കില്ലല്ലോ. പിന്നെ ഇവിടം വരെ എത്താനുള്ള ഒരു യോഗ്യത എങ്കിലും ഒരാൾക്ക് ആ 7ാം കവാടത്തിൻ്റെ മുന്നിൽ വരെ എത്തണമെങ്കിൽ അതിനുള്ള യോഗ്യതയും ഉണ്ടാവണം. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കാതെ അതിനുള്ള യോഗ്യതയില്ലാതെ ഇവിടെ വരെ എത്തില്ലല്ലോ. അതുപോലും മനസ്സിലാക്കാതെ അകത്തോട്ട് കടക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞ നിങ്ങളുടെ ഉള്ളിലാണ് ഭേദചിന്ത. ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ എന്നുള്ള ഭേദചിന്ത നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പോൾ ആ ഭേദചിന്ത ഒരിക്കലും വൈകുണ്ഠത്തിൽ ഉണ്ടാവാൻ പാടില്ല. വൈകുണ്ഠം എന്ന് വെച്ചാൽ കുണ്ഠമില്ലാത്ത ഭേദചിന്ത ഉണ്ടാവുമ്പോഴാണ് ഭയം, ഇഷ്ടാനിഷ്ടങ്ങൾ, സന്തോഷം, സുഖം, ദേഷ്യം, കാമം ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വരുന്നത്. എല്ലാം ആ ഭേദചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വൈകുണ്ഠത്തിൽ ഇതൊന്നുമില്ല. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഭേദചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭേദചിന്ത പോകാനായിട്ട് അതുള്ള ലോകത്ത് പോയി വസിക്കണം, ഭൂമിയിൽ. അവിടെയാണ് ഈ ഭേദചിന്തയും കാമക്രോധ വികാരങ്ങളോടും കൂടിയുള്ള ആളുകൾ വസിക്കുന്നത്. അപ്പോൾ അവിടെ വസിച്ച് ആ കർമ്മ പ്രാരാബ്ദം തീർത്തിട്ട് നിങ്ങൾ തിരിച്ചെത്തൂ എന്ന് പറഞ്ഞ് സനകാദി മഹർഷിമാർ അവരെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ചെയ്തത് തെറ്റായി പോയി എന്ന്. കാരണം ബ്രാഹ്മണ ശാപം ഏറ്റുകഴിഞ്ഞാൽ അതിന് പ്രതിവിധിയില്ല. അതിനെ ഒന്നുകൊണ്ട് ഒരായുധം കൊണ്ടും അതിനെ തടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ 2 പാർഷദന്മാർ ഈ മഹർഷിമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് സന്തോഷപൂർവ്വം ഞങ്ങളിത് സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ഈ വൈകുണ്ഠത്തിൽ നിന്ന് പോയി ഞങ്ങൾ ഭൂമിയിൽ പോയി ഞങ്ങളുടെ കർമ്മം ഈ ഭേദചിന്ത തീരുന്നതിനുള്ള കർമ്മം അനുഭവിച്ച് തീർത്ത് ഞങ്ങൾ പോകാൻ തയ്യാറാണ്, പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഏത് ലോകത്ത് പോയിട്ട് എവിടെ ജീവിച്ചാലും എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഭഗവാനെ സ്മരണ
ഭഗവാന്റെ സ്മരണയില്ലാതെ ജീവിക്കേണ്ടി വരരുത്. സദാ ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ജന്മം മാത്രമേ ഞങ്ങൾക്ക് തരാൻ പാടുള്ളൂ. അതുമാത്രമേ അവരൊരു പ്രാർത്ഥന പറഞ്ഞുള്ളൂ. അത് അതേപോലെ തന്നെ അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആസുരിക ചിന്തയാണെങ്കിലും ശത്രുതയോടുകൂടിയാണെങ്കിലും സദാ അവർ ഭഗവാനെയാണ് ചിന്തിച്ചിരുന്നത്. അങ്ങനെയാണ്. പക്ഷെ ഈ സംഭവം അങ്ങനെ അവർ പോകാൻ നിൽക്കുന്ന സമയം, ജയവിജയന്മാർ അവിടെ നിന്ന് വൈകുണ്ഠം ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുന്ന സമയം ഇതെല്ലാം അറിഞ്ഞ് അകത്തിരിക്കുന്ന ഭഗവാൻ പാദങ്ങൾ ചലിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പത്നി ലക്ഷ്മി സമേതനായിട്ട് ഗരുഡൻ്റെ പുറത്തേറി ഈ സംഭവം നടക്കുന്ന 7ാം കവാടത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് സനകാദി മഹർഷിമാർ ഭഗവാനെ നേരെ കാണുന്നത്. അതുവരെ ധ്യാനാവസ്ഥയിൽ സമാധിയിലിരിക്കുമ്പോൾ ഹൃദയത്തിൽ തെളിഞ്ഞു കാണുന്ന ഭഗവാന്റെ രൂപത്തെ കണ്ണുകൾ കൊണ്ട് നേരെ കണ്ട സനകാദി മഹർഷിമാരെ ഭഗവാൻ ശ്രീഹരിയെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് ഭഗവാനെ ചെയ്ത് സംഭവിച്ചു പോയി എന്ന് സനകാദികൾക്കൊരു തോന്നല്. കാരണം സനകാദി മഹർഷിമാർ ജീവൻ മുക്തന്മാരാണ്. അവരുടെ മനസ്സിന് ഭേദചിന്തയില്ല. അവരുടെ മനസ്സിൽ കുറെ സന്തോഷം, ദുഃഖം, ഭയം അങ്ങനെയുള്ള ഒരു വികാരവും ഇല്ല. അവർ ജന്മനാ മുക്തന്മാരായിട്ട് ജനിച്ചവരാ. അപ്പോൾ ഒട്ടും ഭേദചിന്തയില്ലാത്ത അത്രയ്ക്ക് ഉത്തമമായ മനസ്സുള്ളവരായ സനകാദികൾക്ക് പോലും ആ ഒരു നിമിഷത്തിൽ ഉയർന്നു വന്ന കോപത്തെ അടക്കാൻ പറ്റിയില്ല. ആ കോപം കൊണ്ടാണ്, ദേഷ്യം വന്നതുകൊണ്ടാണ് അവരാ ശപിച്ചത്. അപ്പോൾ അവർക്ക് പോലും ആ നിമിഷത്തിൽ വന്ന ആ കോപം എന്ന വികാരത്തെ അടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതാണ് ഈശ്വര ഇച്ഛപ്രകൃതി നിശ്ചയം എന്ന് പറയുന്നത്. അതിനെ അവർക്ക് പോലും തടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റായി പോയി എന്ന് പെട്ടെന്ന് കോപം വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്. അത് പക്ഷെ വേണ്ടിയിരുന്നില്ല എന്ന് സനകാദികൾക്ക് തോന്നുകയാണ്. അപ്പോൾ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞിട്ട് അവർ പറയാണ്, ഞങ്ങൾ ചെയ്ത തെറ്റിനെ ഞങ്ങൾ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. എത്ര ജന്മങ്ങൾ എടുത്തു എന്നാലും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അനുഗ്രഹം ലഭിച്ചവരായിട്ട് ജീവിക്കാൻ പറ്റിയാൽ മതി. അങ്ങനെ എത്ര ജന്മങ്ങൾ ഈ ഭൂമിയിൽ, മോക്ഷമൊന്നും വേണ്ട, ഭൂമിയിൽ ജീവിച്ചാലും കുഴപ്പമില്ല, എവിടെ ജീവിച്ചാലും എത്ര ജന്മങ്ങൾ എടുത്താലും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജനിക്കാൻ സാധിച്ചാൽ മാത്രം മതി എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സനകാദി മഹർഷിമാർക്ക് ഭഗവാൻ കൊടുക്കുന്ന മറുപടി, ഭഗവാൻ അവരോട് സംസാരിക്കുകയാണ്. അതാണ് നമ്മൾ 16ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അധ്യായം 16 ശ്ലോകം 1. ബ്രഹ്മോവാച. അപ്പൊ ഇത് ബ്രഹ്മദേവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രഹ്മദേവനോട് ദുഃഖം സങ്കടം പറയാൻ എത്തിയ ദേവന്മാരോട് ബ്രഹ്മാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ബ്രഹ്മോവാച. ബ്രഹ്മദേവൻ പറഞ്ഞു, ഇതി തത് ഗൃണതാം തേഷാം മുനീനാം യോഗധർമ്മിണാം പ്രതിനന്ദ്യ ജഗാത ഇദം വിഗുണ്ടനിലയഃ വിഭുഃ. ഇതി ഇപ്രകാരം തത് ഗൃണതാം, അതായത് ആ മുനിമാരുടെ സ്തുതിച്ചുകൊണ്ടുള്ള വാക്കുകൾ, അതാണ് തത് ഗൃണതാം. ഗൃണതാം എന്ന് വെച്ചാൽ ആ സ്തുതിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ തേഷാം മുനീനാം, ആ മുനിമാരുടെ യോഗധർമ്മിണാം, ഭഗവാനുമായിട്ട് യോഗമാവുക, ഒന്നാവുക എന്നുള്ളത് ധർമ്മം, തങ്ങളുടെ ധർമ്മമായി കരുതുന്ന, അതാണ് യോഗധർമ്മിണാം. ഭഗവാനോട് കൂടിച്ചേരേണ്ടതാണ് തങ്ങളുടെ ധർമ്മം എന്ന് മാത്രം അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ആ മുനിമാരുടെ ഇപ്രകാരമുള്ള സ്തുതി വാക്കുകൾ കേട്ടിട്ട് ജഗാത ഇതം, ഇപ്രകാരം ആ ഭഗവാൻ പ്രതിനന്ദ്യ, അവരെ ആദ്യം തന്നെ അഭിനന്ദിച്ചു. പ്രതിനന്ദ്യ എന്ന് വെച്ചാൽ അവരെ അഭിനന്ദിച്ചു. അവരുടെ ആ സ്തുതിയിൽ സന്തുഷ്ടനായിട്ട് സംതൃപ്തനായി ഭഗവാൻ അവരെ അഭിനന്ദിച്ചിട്ട് വിഗുണ്ട നിലയഃ വിഭു, വൈകുണ്ഠവാസിയായ വൈകുണ്ഠത്തിൻ്റെ നിയന്താവായിട്ടുള്ള ആ ഭഗവാൻ ശ്രീഹരി ജഗാത ഇതം, ഇപ്രകാരം ആ മഹർഷിമാരോട് മറുപടി പറഞ്ഞു. ഇനി ഭഗവാൻ പറഞ്ഞ ആ മറുപടി എന്താണെന്നാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്രീ ഭഗവാനുവാച. ഏതൗ തൗ പാർഷദൗ മഹ്യം ജയഃ വിജയഃ ഏവച കദർത്തീകൃത്യ മാം യത് വഹ ബഹു അക്രാദാം അതിക്രമം. ഏതൗ തൗ, ഈ രണ്ടു പേരും, പാർഷദൗ മഹ്യം, എൻ്റെ പാർഷദന്മാരായ, ജയഃ വിജയഃ, ജയനും വിജയനും ഏവച ആകുന്നു. ഇവർ രണ്ടുപേരും, അപ്പോൾ ഭഗവാൻ പറയുന്ന മറുപടി എന്നിട്ട് സനകാദികളോട്, ഇവർ രണ്ടുപേരും എൻ്റെ പാർഷദന്മാരായിട്ടുള്ള ജയനും വിജയനുമാക്കുന്നു. കദർത്തീകൃത്യ മാം, മാം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും, മാം എന്നെ, കദർത്തീകൃത്യ എന്ന് വെച്ചാൽ അവഗണിച്ചു. ആ വൈകുണ്ഠത്തിൻ്റെ ദ്വാരപാലകരായി നിൽക്കുന്ന അവർ, ആ വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന, അതിൻ്റെ വൈകുണ്ഠനാഥനായിട്ട് അതിനകത്തിരിക്കുന്ന എന്നെ മറന്നിട്ട് വഹ, നിങ്ങളോട്, ബഹു, വളരെ വലിയ, അതിക്രമം, വലിയൊരു അവഗണന, അക്രാദാം ചെയ്തു, അത് ഞാൻ അറിഞ്ഞു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവർ രണ്ടുപേരും
എൻ്റെ പാർഷദന്മാരായ ജയനും വിജയനും. ഇവിടെയാണ് ഭഗവാനാണ് അവരെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ 2 പാർഷദന്മാർ എന്ന് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ ഭഗവാനാണ് സനകാദി മഹർഷികൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇവർ 2 പേരും എൻ്റെ പാർഷദന്മാരായ ജയനും വിജയനും ആകുന്നു. ഇവർ ഈ വൈകുണ്ഠത്തിൻ്റെ നാഥനായി അകത്തിരിക്കുന്ന എന്നെ മറന്നുപോയി. ഒരു നിമിഷം മറന്നിട്ട് നിങ്ങളോട് വളരെ വലിയൊരു അപരാധം ചെയ്തു, അത് ഞാൻ അറിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ശ്ലോകം 3, യഹ തു ഏതയോ ധൃതി ദണ്ഡഃ ഭവദ്ഭി മാം അനുവ്രതൈഹി സഹ ഏവ അനുമത അസ്മാഭി മുനയോः ദേവഹേളനാത്. യഹ തു ഏതയോ ധൃതി ദണ്ഡഃ ഭവദ്ഭി മാം അനുവൃതൈഹി സ ഏവ അനുമത അസ്മാഭി മുനയോः ദേവഹേളനാത്. യഹ തു, ഇനി പറയാണ് ഇവർ 2 പേരും ഏതയോ ധൃതി, ഇവർ 2 പേർക്കും ഭവദ്ഭി എന്ന് വെച്ചാൽ നിങ്ങൾ, ദണ്ഡഹ എന്ന് വെച്ചാൽ അവർക്ക് നൽകിയ ശിക്ഷ, മാം അനുവൃതൈഹി എന്നെ, മാം എന്ന് വെച്ചാൽ എന്നെ, അനുവൃതൈഹി എന്ന് വെച്ചാൽ എന്നെ പിന്തുടരുന്ന, അതായത് എൻ്റെ പരമഭക്തന്മാരായ ഭവദ്ഭി നിങ്ങൾ ഇവർക്ക് 2 പേർക്കും നൽകിയ ശിക്ഷ, അതാണ് ഏതയോ ധൃതി ദണ്ഡ നൽകിയ ആ ശിക്ഷ, സഹയേവ ആ ശിക്ഷ, അനുമതഃ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അത് വേണ്ടത് തന്നെയാണെന്ന്. അവർക്ക് 2 പേർക്കും നിങ്ങൾ നൽകിയ, എൻ്റെ പരമഭക്തന്മാരായ നിങ്ങൾ നൽകിയ ആ ശിക്ഷയെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അതാണ് സഹയേവ ആ ശിക്ഷയെ, അനുമതഃ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അസ്മാഭി അതിന് കാരണം മുനയോഹോ അല്ലയോ മഹർഷിമാരെ, ദേവഹേളനാഥ് അവർ ദൈവതുല്യരായ ബ്രഹ്മർഷിമാരെയാണ് അവർ, ആ ബ്രഹ്മജ്ഞാനികളെയാണ് അവർ അവഹേളനാത് അപമാനിച്ചത്, അവഗണിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് നൽകിയ ശിക്ഷയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. കാരണം അവർ ആ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളായ മഹാമുനിമാരെ, ദേവതുല്യരായ മഹാമുനിമാരെയാണ് അവർ അവഗണിച്ചത്. അപ്പോൾ അവരോടാണ് അവർ അനാദരവ് കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് നൽകിയ ശിക്ഷയെ ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അതാണ് ശ്ലോകം 4ലും 5ലും പറയുന്നത്. അതായത് ഒരു ഭൃത്യന്മാർ തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഭൃത്യന്മാരുടെ യജമാനൻ്റെ കയ്യിലായിരിക്കും. നമ്മളൊരു ക്ലാസ് ടീച്ചറിൽ കുട്ടികൾ തെറ്റ് ശരിയല്ലാത്തത് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറെയാണ് എല്ലാവരും ചോദ്യം ചോദിക്കുക. അതുപോലെ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനമ്മമാരോടാണ് ചോദിക്കുക, നിങ്ങളുടെ വളർത്തു ദോഷം, കാരണം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് അവരിരിക്കുന്നത്. അപ്പോൾ അവർ തെറ്റായ ഒരു കാര്യം പുറത്തുള്ള ആളുകളോട് ചെയ്താൽ അത് അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ ടീച്ചറോടായിരിക്കും ചോദിക്കുക. ഇതുപോലെ ഞാനാണ് യജമാനൻ, എൻ്റെ ഭൃത്യന്മാരാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ ഞാനാണ് അവരെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ആ തെറ്റ് ശരിക്കും ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ശ്ലോകം 4, തത് വഹ പ്രസാദയാമി അദ്യ ബ്രഹ്മദൈവം പരം ഹി മേ തത് ഹി ഇതി ആത്മകൃതം മന്യേ യത് സ്വകുംഭി അസത്കൃതഃ. എന്താ പറയണതെന്ന് വെച്ചാൽ, അതിനാൽ അപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇവർ 2 പേരും എൻ്റെ പാർഷദന്മാരായ ജയവിജയന്മാരാണ്. ഇവർ നിങ്ങളോട് കാണിച്ച അനാദരവ് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ കൊടുത്ത ശിക്ഷ അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അവർ ചെയ്തത് വലിയൊരു തെറ്റാണ്. ബ്രഹ്മജ്ഞാനികളായ ദേവന്മാരെയാണ് അവർ അപമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ശിക്ഷ ഞാൻ അംഗീകരിക്കുന്നു. തത് ആയതിനാൽ വഹ നിങ്ങളോട് പ്രസാദയാമി അദ്യ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഭഗവാനാണ് ക്ഷമ ചോദിക്കുന്നത് സനകാദി മഹർഷിമാരോട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഓരോ വരികളും ശ്രദ്ധിച്ചോളൂ. ഭഗവാൻ ആദ്യം തന്നെ സനകാദി മഹർഷിയോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം അവരെൻ്റെ പാർഷദന്മാരാണ്. അപ്പം അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കാരണം പറയാണ്, ഞാൻ പരംഹി പരമമായി കരുതുന്നത് ബ്രഹ്മദൈവം, ബ്രഹ്മത്തെ അറിഞ്ഞ ജ്ഞാനികളെ, ബ്രഹ്മജ്ഞാനികളായവരെയാണ് ഏറ്റവും പരമമായത് എന്ന് ഞാൻ കരുതുന്നത്. ഭഗവാൻ പറയാണ്, ബ്രഹ്മജ്ഞന്മാരായ ആളുകൾ, ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ഏറ്റവും പരമമായത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അവരെയാണ് അപമാനിച്ചത്. തത് ഹി ഇതി ആത്മകൃതം മന്യേ, തത് ഹി ആയതിനാൽ അവർ ചെയ്ത ഈ ഒരു അവഗണന, നിങ്ങളോട് കാണിച്ച ഈ അവഗണന
ആത്മകൃതം മന്യേ, ഞാൻ ചെയ്തതാണ്, ഞാൻ ചെയ്തതിന് തുല്യമാണ്. കാരണം എൻ്റെ ഭൃത്യന്മാർ ചെയ്ത തെറ്റ് ഞാൻ ചെയ്തതിന് തുല്യമാണ്. യത് എന്ന് വെച്ചാൽ എന്തെന്നാൽ സ്വപുംബി, എൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള അസത്കൃത, ആ ജയവിജയന്മാരാണ് അസത്കൃത ഈ അനാദരവ് കാണിച്ചത്. എൻ്റെ ഭൃത്യന്മാരായവരാണ്, പാർഷദന്മാരാണ് ഈ അനാദരവ് കാണിച്ചത്. അതുകൊണ്ട് ഈ തെറ്റ് ഞാൻ ചെയ്തതിന് തുല്യമാണ്. അതാണ് തത് ഹി ഇതി ആത്മകൃതം മന്യേ, ഞാൻ ചെയ്തതിന് തുല്യമാണ് ഇത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഇത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മത്തെ അറിഞ്ഞ ജ്ഞാനികളാണ് ഏറ്റവും പരമമായത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളെയാണ് അവര് ബ്രഹ്മജ്ഞാനികളോടാണ് അനാദരവ് കാണിച്ചത്. അതുകൊണ്ട് എൻ്റെ ഭൃത്യന്മാർ ചെയ്ത തെറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് 4ാമത്തെ ശ്ലോകത്തിൽ പറയാണ് അതിനൊരു കാരണം. യത് നാമാനി ച ഗൃഹ്ണാദി ലോഭോ ഭൃത്യേ കൃത ആകസി സഹ സാധുവത തത് കീർത്തിം ഹന്തി ത്വജം ഇവ ആമയഃ. അതായത് ഇവിടെ എന്നിട്ട് അതിന് അപ്പോൾ സനകാദികളോട് ക്ഷമ ചോദിച്ചില്ലേ, അവരെൻ്റെ ഭൃത്യന്മാരാണ്, അവർ ചെയ്ത തെറ്റ് ഞാൻ ചെയ്തതിന് തുല്യമാണെന്ന് പറയാൻ കാരണം യത് നാമാനി, ആരുടെ പേരാണോ ഗൃഹണാദി ലോകോ, ഈ ലോകം മുഴുവനും പറയുന്നത്, ഭൃത്യേ കൃത ആകസി, അയാളുടെ ഭൃത്യന്മാർ കൃത ആകസി എന്ന് വെച്ചാൽ ചെയ്ത തെറ്റിനെ. ഒരു ഭൃത്യന്മാർ ചെയ്ത തെറ്റിന് ആരുടെ പേരാണ്, ആരുടെ കുഴപ്പം കൊണ്ടാണ് ഭൃത്യന്മാർ ആ തെറ്റ് ചെയ്തത്? അപ്പൊ ആരുടെ പേരാണോ ഈ ലോകം മുഴുവൻ എടുത്തു പറയാ? ആ ഭൃത്യരുടെ യജമാനന്റെ പേരായിരിക്കും അല്ലേ. മക്കള് ചെയ്താൽ അച്ഛനമ്മമാരെ പറയുന്നത് പോലെ ഭൃത്യന്മാർ തെറ്റ് ചെയ്താൽ അതിനെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തി പറയാ അവരുടെ ആ ഭൃത്യരുടെ യജമാനനെ ആയിരിക്കും. കാരണം യജമാനനാണ് അവരെ പഠിപ്പിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഭൃത്യന് തെറ്റ് ചെയ്താൽ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് യത് നാമാനി പറയുന്ന പേര് യജമാനന്റെ ആയിരിക്കും. സഹ അസാധുവാദ എന്ന് വെച്ചാൽ ആ കുറ്റപ്പെടുത്തൽ, ആ അപവാദം തത് കീർത്തി ഹന്തി, എൻ്റെ ആ യജമാനന്റെ കീർത്തിയെ ഹനിച്ചു കളയും. ആ യജമാനന് ഈ ലോകത്തുള്ള സത്പേര് ഇല്ലാതാക്കി കളയുന്ന ആ അപവാദം. ത്വജം ഇവ ആമയ, ത്വജം എന്ന് വെച്ചാൽ ത്വക്ക്, ഇവ എന്ന് വെച്ചാൽ പോലെ, ആമയ രോഗം, ത്വക്കിനൊരു രോഗം ബാധിക്കുന്നത് പോലെയാണ് അതെന്ന്. അതായത് ത്വക്കിൽ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പടർന്ന് ശരീരത്തിൻ്റെ തൊലി മുഴുവനും അത് വ്യാപിക്കുന്നത് പോലെയാണ് ഭൃത്യന്മാർ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ ഭൃത്യര് ചെയ്യുന്ന ആ തെറ്റിനെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തുക, ലോകം മുഴുവൻ അപവാദം പറയുക അവരുടെ യജമാനനെ ആയിരിക്കും. അതോടെ യജമാനന്റെ സത്കീർത്തി പൂർണ്ണമായും അവിടെ ഇല്ലാതാകും. അതുകൊണ്ട് ത്വക്കിലൊരു രോഗം ബാധിക്കുന്ന പോലെ ഇത് യജമാനന്റെ സത്കീർത്തിയെ കൂടിയും ഇല്ലാതാക്കുന്നത് കൊണ്ട് എൻ്റെ ഭൃത്യന്മാർ ചെയ്ത തെറ്റ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തതിന് തുല്യമാണ്. ആയതിനാൽ അവർ ചെയ്ത തെറ്റിനെ ഞാൻ ഈ മഹർഷിവര്യന്മാരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ഭഗവാൻ, സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയാണ് ആ വാക്കുകൾ പറയുന്നത് എന്ന് ഓർക്കുക. ഇനി ശ്ലോകം 6. ഇനി എന്തുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണർ എന്ന് ഇവിടെ ഓരോ ശ്ലോകത്തിലും എടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊരു ജാതിയായിട്ട് കാണരുത്. ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനികൾ എന്ന അർത്ഥത്തിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. അല്ലാതെ അതിനൊരു ജാതിയായിട്ട് കാണരുത്. ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനികൾ എന്ന രീതിയിൽ അതിനെ എടുക്കുക. ആ ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനികളുടെ ശ്രേഷ്ഠത എന്താണ് എന്നാണ് തുടർന്നുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ, അതായത് സനകാദികൾ അങ്ങനെയുള്ള മഹർഷിമാരാണ്, ബ്രഹ്മജ്ഞാനികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളുടെ ശ്രേഷ്ഠത എന്തുകൊണ്ടാണ് ഭഗവാൻ പോലും അവരോട് ക്ഷമ ചോദിക്കുന്നത്? ആ ശ്രേഷ്ഠതയ്ക്ക് അവർ ഇത്രയും ശ്രേഷ്ഠതയുള്ളവരാവാനുള്ള കാരണം അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ശ്ലോകം 6. യസ്യ അമൃത അമല യശഃ ശ്രവണ അവഗാഹ സദ്യഃ പുനാതി ജഗത് അശ്വപചാത് വികുണ്ഡഃ സഹ അഹം ഭവദ്ഭ്യ ഉപലബ്ധ സുദീർത്ത കീർത്തിം ചിന്യാം സ്വബാഹു അഭിവഹ പ്രതികൂലവൃത്തിം. യസ്യ അമൃത അമല യശഃ ശ്രവണ അവഗാഹ സദ്യഃ പുനാതി ജഗത് അശ്വപചാത് വികുണ്ഡഃ സഹ അഹം ഭവദ്ഭ്യ ഉപലബ്ധ സുദീർത്ത കീർത്തിഃ ചിന്യാം സ്വബാഹും അഭിവഹ പ്രതികൂലവൃത്തി. യസ്യ ഇവിടെ പറയുന്നത് ഭഗവാൻ പറയാനട്ട, യസ്യ എന്ന് വെച്ചാൽ ആരുടെ? അമൃത അമല യശഃ, അമൃത തുല്യമായ അമലം എന്ന് വെച്ചാൽ പരിശുദ്ധമായ കീർത്തി, ശ്രവണ അവഗാഹ കേൾക്കാൻ അതിയായ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന
ഇരിക്കുന്നവർ സദ്യഹ വളരെ പെട്ടെന്ന് തന്നെ പുനാതി പരിശുദ്ധരാക്കപ്പെടുന്നു. ജഗത് അശ്വപജാത്, ജഗത്ത് എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ, അശ്വപജാത് എന്ന് വെച്ചാൽ നായയുടെ മാംസം ഭക്ഷിച്ച് ജീവിക്കാന്നർത്ഥം. അതായത് ചണ്ടാളന്മാരായിരുന്നാൽ പോലും വികുണ്ഠഹ, വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയുടെ അമൃതതുല്യമായ പരിശുദ്ധമായ മഹത്വങ്ങളെ കേൾക്കാൻ, ശ്രവിക്കാൻ അതിയായ ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്നവർ ആരാണോ അവർ ചണ്ടാളനാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ മനസ്സ് പരിശുദ്ധമാക്കപ്പെടുന്നു. അതാണ് പറയുന്നത്. സഹ അഹം, അങ്ങനെയുള്ള ഈ ഞാൻ, ഭവദ്ഭ്യ നിങ്ങളാൽ, ഉപലബ്ധ നേടിയെടുത്തു എന്ന്, സുദീർഘ കീർത്തി, ഈ ലോകം മുഴുവൻ എൻ്റെ കീർത്തി ഇങ്ങനെ പരക്കാൻ കാരണം നിങ്ങൾ മുതൽ കാരണമാണ്. ബ്രഹ്മജ്ഞാനികളായ ഇങ്ങനെയുള്ള ജ്ഞാനം ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനികളിലൂടെയാണ് ഈ ലോകം മുഴുവൻ എൻ്റെ കീർത്തി പരക്കുന്നത്. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഞാൻ നിങ്ങളിലൂടെയാണ് ഈ ലോകത്ത് എൻ്റെ കീർത്തിയെ നേടിയത്. അതുകൊണ്ട് തന്നെ വഹ, അങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രതികൂല വൃത്തി, പ്രതികൂലമായി നിങ്ങളോടൊരു അനാദരവോ അവഗണനയോ കാണിക്കുന്നത് സ്വബാഹു, എൻ്റെ സ്വന്തം കൈ ആണെങ്കിലും, അഭിനച്ച ആണെങ്കിൽ പോലും ചിന്ത്യ, ഞാൻ ആ കൈയിനെ ഛേദിച്ച് കളയുന്നു. അപ്പോൾ ഭഗവാൻ കൊടുക്കുന്ന പ്രാധാന്യം നോക്കൂ ആ ബ്രഹ്മജ്ഞാനികൾക്ക്. അപ്പം ഞാൻ ആദ്യം തന്നെ ഭഗവാൻ പറയാണ്, എൻ്റെ അമൃതതുല്യമായ പരിശുദ്ധമായ മഹത് കഥകളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അത്രയും ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവൻ, ഈ ലോകത്ത് അവനൊരു ചണ്ടാളനാണെങ്കിൽ പോലും അവൻ അത് വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ പാപങ്ങളൊക്കെ നശിച്ച് അവൻ പരിശുദ്ധമാക്കപ്പെടുന്നു. അവൻ്റെ മനസ്സ് സത്ചിന്തകളിലേക്ക് വന്ന് അവൻ പരിശുദ്ധമാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ശ്രീഹരിയാണ് ഞാൻ. ആ എൻ്റെ കീർത്തി ഈ ലോകം മുഴുവൻ പരത്തുന്ന മഹാന്മാരായിട്ടുള്ളത് ബ്രഹ്മജ്ഞാനികളാണ്. കാരണം ഭക്തന്മാർക്കറിയില്ലല്ലോ എന്താണ് ഭഗവാൻ ആ ബ്രഹ്മം എന്ന്. അപ്പോൾ ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനികളാണ് ഭക്തർക്ക് എന്നെ കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഈ ലോകം മുഴുവൻ എൻ്റെ കീർത്തി പരത്തുന്നത് നിങ്ങളാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നത്, നിങ്ങളോട് ഒരു അവഗണനയും അനാദരവും കാണിക്കുന്നത്, അത് എൻ്റെ സ്വന്തം കൈയാണെങ്കിൽ പോലും ഞാനത് ചിന്തിക്കില്ല. പിന്നെ അതങ്ങ് ഛേദിച്ച് കളയും, അതങ്ങ് വേണ്ടാന്ന് വെക്കും ഞാൻ, എൻ്റെ സ്വന്തം കൈയാണെങ്കിൽ പോലും. അപ്പോൾ എൻ്റെ ദ്വാരപാലകരായിട്ടുള്ള പാർഷദന്മാരാണെങ്കിൽ പിന്നെ അത് ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. സ്വന്തം കൈയാണെങ്കിൽ പോലും ഞാനത് വേണ്ടാന്ന് വെക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക്, മഹർഷി സനകാദികൾക്ക് എന്ന് പറയുകയാണ്. ഇനി ശ്ലോകം 7. യത് സേവയാ ചരണ പത്മ പവിത്രരേണും സദ്യക്ഷത അഖിലമലം പ്രതിലബ്ധശീലം ന ശ്രീ വിരക്തം അഭി മാം വിജഹാദി യസ്യഃ പ്രേക്ഷാലവാർത്ത ഇതരേ നിയമാൻ വഹന്തി. യത് സേവയാ ചരണ പത്മ പവിത്രരേണും സദ്യഹാക്ഷത അഖിലമലം പ്രതിലബ്ധശീലം ന ശ്രീഹി വിരക്തം അഭി മാം വിജഹാദി യസ്യ പ്രേക്ഷാലവാർത്തേ ഇതരേ നിയമാൻ വഹന്തി. ഇവിടെ പറയുന്ന വരികൾ, ചരണ പത്മ പവിത്ര രേണു യത് സേവയ, ആരുടെ സേവയാൽ, അതായത് ആരുടെ എന്ന് പറയുമ്പോൾ അവിടെ ഭക്തന്മാരുടെ, ഇതുപോലെയുള്ള ബ്രഹ്മജ്ഞാനികളായ ഭക്തന്മാരുടെ സേവയാലാണ്, അവർ സേവിക്കുന്നതിലൂടെ ചരണ പത്മ പവിത്ര രേണു, എൻ്റെ പാദങ്ങളിൽ ചരണങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന പരിശുദ്ധമായ ആ പൊടികളൊക്കെ സദ്യ വളരെ പെട്ടെന്ന് തന്നെ അഖിലമലം എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള അഴുക്കുകളും സദ്യ വളരെ പെട്ടെന്ന് തന്നെ ക്ഷതഃ തുടച്ചു നീക്കപ്പെടുന്നു. നിങ്ങളെ പോലെയുള്ള ബ്രഹ്മജ്ഞാനികളുടെ സേവയാലാണ്, നിങ്ങളെ പോലെയുള്ള ബ്രഹ്മജ്ഞാനികളുടെ സേവ എന്ന് വെച്ചാൽ അവര് സകലതും ബ്രഹ്മജ്ഞാനികള് സകലതും പരബ്രഹ്മത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവര് ഭക്ഷിക്കുന്നത്, കിടക്കുന്നത്, ഉറങ്ങുന്നത്, പറയുന്നത്, നടക്കുന്നത്, ചിന്തിക്കുന്നതൊക്കെ ബ്രഹ്മം 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 എന്ന ധാരണയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളായ നിങ്ങളുടെ ഈ പരിപൂർണ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള, പരിപൂർണമായി എന്നിൽ സമർപ്പിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ സേവ, അതിനാലാണ് എൻ്റെ പാദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ പൊടികളും പാപങ്ങളുമൊക്കെ എന്ന് വെച്ചാൽ എല്ലാ അഴുക്കുകളും ഇല്ലാതായി തുടച്ചു നീക്കപ്പെട്ട് ഞാൻ പരിശുദ്ധനാകുന്നത്. എന്നിട്ട് പറയാണ് ശീലം, അങ്ങനെയുള്ള മനോഭാവത്തോട് കൂടിയിരിക്കുന്ന എന്നെ പ്രതിലബ്ധ നേടിയെടുത്തു എന്ന്. ആര്? ശ്രീ ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ ഒരു പ്രത്യേകത,
പ്രേക്ഷലവ അർത്ഥ, ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതരേ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ദേവിയുടെ സാന്നിധ്യവും ദേവിയുടെ അനുഗ്രഹവും സർവ്വ സൗഭാഗ്യങ്ങളും കിട്ടാൻ ഇതരേ ഒരുപാട് ആളുകൾ നിയമാൻ വഹന്തി, പല വിധത്തിലുള്ള ആരാധനകൾ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കാറുണ്ട്. പക്ഷേ ലക്ഷ്മി ദേവിയുടെ പ്രത്യേകത ആരുടെ കൂടെയും സ്ഥിരമായി വസിക്കുന്നില്ല. അങ്ങനെ ലക്ഷ്മി ദേവി വിരക്തം അഭി, പൂർണ്ണ വിരക്തനാണെങ്കിൽ പോലും ആ ലക്ഷ്മി ദേവി മാം, എന്നെ വിജഹാദി, യസ്യ എന്ന് വെച്ചാൽ അവൾ, ആ ലക്ഷ്മി ദേവി ന വിജഹാദി, ഒരിക്കലും വിട്ടുപോണില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഭക്തരുടെ ദാസനായിട്ട് ഇരിക്കുന്ന എൻ്റെ മനോഭാവം കണ്ടിട്ടാണ് ലക്ഷ്മി ദേവി സദാ എൻ്റെ കൂടെ. ഞാൻ പൂർണ്ണ വിരക്തനാണ്, എനിക്ക് ലക്ഷ്മി ദേവി ഇല്ലാതെയും ഇരിക്കാൻ പറ്റും, പക്ഷേ ലക്ഷ്മി ദേവി ഒരിക്കലും എന്നെ വിട്ടിട്ട് പോവില്ല. എന്നാൽ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഒരുപാട് രീതിയിൽ പല രീതിയിലും ദേവിയെ ആരാധിക്കുന്നു. അതാണ് നിയമാൻ വഹന്തി, പൂജിക്കുന്നു, ആരാധിക്കുന്നു, അർപ്പിക്കുന്നു. പക്ഷേ ആരെന്ത് ചെയ്താലും കുറച്ച് നേരത്തേക്കോ കുറച്ച് നാളുകളിലേക്കോ ദേവി ഒരാളുടെ കൂടെ ചെന്നാൽ, ഒരു വസതിയിൽ ചെന്നാൽ, ഒരെങ്കിൽ ആ ഭക്തന്റെ ആഗ്രഹത്തിനായിട്ട് ചെന്നാലും അധികം കഴിയാതെ അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്യുന്നു. ദേവി സ്ഥിരമായി വസിക്കുന്നത് സദാ എൻ്റെ കൂടെയാണ്. അതെൻ്റെ ഈ മനോഭാവം കൊണ്ടാണ്. കാരണം ഭക്തന്റെ ദാസനാണ്. ഭക്തന്റെ സേവനത്താൽ എൻ്റെ പാദങ്ങളും എൻ്റെ സർവ്വ ദോഷങ്ങളും ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ഭക്തന്റെ സേവനത്തിൽ ഭക്തന്റെ ദാസനായിരിക്കുന്ന ഭഗവാനാണ് ഞാൻ. ആ എൻ്റെ മനോഭാവം കണ്ടാണ് ലക്ഷ്മി ദേവി ഒരിക്കലും എന്നെ വിട്ടുപോവാതെ സദാ എന്നോടൊപ്പം ഇരിക്കുന്നത്. ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നവരുടെ കൂടെ പോലും ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് ഇരിക്കില്ല. എന്നെ ആരാണോ പൂജിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ കൂടെയാണ് ലക്ഷ്മി ദേവി ഇരിക്കുക. മനസ്സിലായി? അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെ അത്രയ്ക്കും ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവരുടെ കൂടെ ആയിരിക്കും ഞാനുണ്ടാവുക, അവരുടെ മനസ്സിലാണ് ഞാനുണ്ടാവുക. അപ്പം ലക്ഷ്മി സാന്നിധ്യവും അവരുടെ കൂടെ ആയിരിക്കും. ആ ബ്രഹ്മജ്ഞാനികളായ ഭക്തന്മാരുടെ ദാസനായിട്ട് ഇരിക്കുന്നവരാണ് ഞാൻ. കാരണം നിങ്ങളിലൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരിശുദ്ധമാക്കപ്പെടുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. ആ മഹാസനകാദികളോട് പറയുന്ന വാക്കുകളാണ് കേട്ടോ. ശ്ലോകം 8. ന അഹം തദ് അത്മി യജമാനഃ വിവിധാനേ ചോദ്യത് ഘൃത പ്ലുതം അദൻ ഹുദഭു മുഖേന യത് ബ്രാഹ്മണസ്യ മുഖതഃ ചരതഃ അനുഗാസം തുഷ്ടസ്യ മയി അവഹിതേ നിജകർമ്മപാകേ. ന അഹം തദ് ആത്മി യജമാനഃ വിവിധാനേ ചോദ്യത് ഘൃത പ്ലുതം അദൻ ഹുദഭും മുഖേന യത് ബ്രാഹ്മണസ്യ മുഖതഃ ചരതഃ അനുഗാസം തുഷ്ടസ്യ മയി അവഹിതേ നിജകർമ്മപാകേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ശ്ലോകത്തിലെ വാക്കുകളുടെ അർത്ഥം പറഞ്ഞുതരാം. അതായത് ഭഗവാൻ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, പുറത്ത് നോക്കാൻ പറഞ്ഞു, ഭഗവാൻ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ 2 മാർഗത്തിലൂടെയാണെന്ന്. ഒന്ന്, നമ്മളെ യാഗങ്ങൾ ഹോമങ്ങൾ നടത്തുമ്പോൾ, പൂജാതി കർമ്മങ്ങൾ നടത്തുമ്പോൾ ആ ഹോമകുണ്ഡത്തിലേക്ക് നമ്മൾ ആ നെയ്യ് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുമല്ലോ. അത് ഭഗവാന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. ഭഗവാനാണ് അത് സ്വീകരിക്കുന്നത്. മനസ്സിലായി? അത് ഭക്ഷിക്കുന്നത് ഭഗവാനാണ്. ഭക്ഷിക്കാന്ന് വെച്ചാൽ സ്വീകരിക്കാന്ന് പറയും. ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാ പൂജാദ്രവ്യങ്ങളും. ഒരു പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ ഒരു ഹോമം നടത്തുമ്പോൾ ആ ഹോമകുണ്ഡത്തിലേക്ക്, അഗ്നിയിലേക്ക് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത് ഭഗവാന് വേണ്ടിയാണ്. ഭഗവാനാണ് അത് സ്വീകരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, വേറൊരു രീതിയിലും ഭഗവാൻ ഭക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണത്ത ജാതിയല്ല, ബ്രഹ്മജ്ഞാനികളായിട്ട് ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ, ഇതിപ്പോൾ സനകാദി മഹർഷിമാരെ പോലെയുള്ള ജ്ഞാനികൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഞാനാണ് കഴിക്കുന്നത് എന്ന്. കാരണം അതെന്താണെന്ന് വെച്ചാൽ അവർ ബ്രഹ്മത്തിൽ ഇരിക്കുന്നവരാണ്. ഞാൻ ഇന്ന ആള് എന്ന വ്യക്തിബോധത്തിലല്ല, ബ്രഹ്മത്തിലിരിക്കുന്നവരാണ്. അവർ പറഞ്ഞാൽ അത് ബ്രഹ്മം പറയുന്നു. അവർ ഭക്ഷണം കഴിച്ചാൽ അത് പരമാത്മാവ് കഴിച്ചു. അവർ കിടന്നുറങ്ങുമ്പോൾ പരമാത്മാവ് ഉറങ്ങി. അവർ നടക്കുകയാണെങ്കിൽ സകലതും ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, ഭഗവാനാണ് ചെയ്യുന്നത് എന്ന ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് അവരുടെ മനോഭാവം ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചാൽ അത് ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നതിന് തുല്യമാണ്. അവർ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ
ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ഭഗവാൻ പറയുന്നത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, പൂജാതി കർമ്മങ്ങൾ, ഹോമം ചെയ്യുമ്പോൾ, യാഗം ചെയ്യുമ്പോൾ ആ പൂജാദ്രവ്യങ്ങൾ ആ യാഗാഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അതുകൂടാതെ അത് ഞാൻ ഭക്ഷണമാക്കുന്നു. അതുകൂടാതെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണർ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതും ഞാനാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ 2 രീതിയിലും ഞാൻ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഒരു ബ്രാഹ്മണൻ ഒരു ഹോമം ചെയ്ത് ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കുന്നതല്ല. അതിനേക്കാൾ എനിക്കിഷ്ടം ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരു ഭക്തൻ ഞാനാണ് കഴിക്കുന്നത് എന്ന ഭാവത്തിൽ ഭക്ഷണം എന്താണോ കഴിക്കുന്നത്, ആസ്വദിച്ച് കഴിക്കുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മനസ്സിലായ? ഹോമകുണ്ഡത്തിലേക്ക് ചെയ്യുമ്പോൾ അത് വേദവിധി പ്രകാരം അർപ്പിക്കുന്നതാണ്. അവിടെ ഒരു വേദത്തിൻ്റെ രീതിയുണ്ട്. ആ ഒരു ബ്രാഹ്മണൻ ഒരു ചടങ്ങായിക്കൊണ്ട് ആ യാഗാഗ്നിയിലേക്ക് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു, ഞാൻ അത് സ്വീകരിക്കുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഞാനാണ് അത് ചെയ്യുന്നത്, ഞാനാണ് ആ ഭക്ഷണം കഴിക്കുന്നത് എന്ന ഭാവത്തോടു കൂടി ഒരു ബ്രാഹ്മണൻ ഭക്ഷിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ ഭക്ഷണം ബ്രാഹ്മണനാണ് ആസ്വദിച്ച് കഴിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഞാനാണ് അത് ആസ്വദിച്ച് കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു ബ്രാഹ്മണൻ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് ഞാൻ കഴിക്കുന്നതിന് തുല്യമാണ്. ഞാനാണ് അത് ആസ്വദിച്ച് കഴിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ 2 രീതിയിൽ ഞാൻ ഭക്ഷണം സ്വീകരിക്കുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം യാഗാഗ്നിയിലെ പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കുന്നതിനേക്കാൾ ഒരു ബ്രാഹ്മണൻ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നു എന്ന ഭാവത്തോടെ കഴിക്കുമ്പോൾ അതാണ് എനിക്ക് ഭക്ഷിക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനിയായ ഒരു ബ്രാഹ്മണനെ ആര് സന്തോഷിപ്പിക്കുന്നു, ആരാണ് ആ ബ്രഹ്മജ്ഞാനിക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് നല്ല സന്തോഷം കൊടുക്കുന്നത്, സത്യത്തിൽ അവർ അതിലൂടെ എനിക്കാണ് ആ ഭക്ഷണം തന്നത്, ഞാനാണ് അത് ആസ്വദിച്ച് കഴിക്കുന്നത്, ഞാനാണ് അവിടെ സന്തോഷിക്കുന്നത്. അപ്പോൾ അവിടെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളൊരു ഹോമം ചെയ്ത് ആ ഹോമകുണ്ഡത്തിൽ എനിക്കായിട്ട് അർപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ബ്രഹ്മത്തെ അറിഞ്ഞ ഒരു സദസനകാദികളെ പോലെയുള്ള മഹാമുനിമാർക്ക് നല്ല ഭക്ഷണമോ നല്ല ആദരവോ ഒക്കെ കാണിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അവർ ഞാനാണ് എന്ന ഭാവത്തിൽ, ബ്രഹ്മമാണെന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടിയാലും അവരെന്ത് അനുഭവിച്ചാലും ഞാനാണ് അത് അനുഭവിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ എനിക്കിഷ്ടം ഇതാണ് എന്ന് പറയുന്നതാണ്. മനസ്സിലായില്ലേ ശ്ലോകത്തിൻ്റെ അർത്ഥം? ഇനി ഇതിൽ പറയാം, അഹം ഞാൻ, തത് അതുപോലെ, ആത്മീ സന്തോഷിക്കുക, ന ആത്മീ എന്ന് വെച്ചാൽ സന്തോഷിക്കുന്നില്ല എന്ന്. അതാണ് എൻ്റെ അർത്ഥം. ഞാൻ അതുപോലെ സന്തോഷിക്കുന്നില്ല. ഏതുപോലെ? യജമാന ഹവി വിധാനെ, ഒരു യജമാനൻ വിധാനെ എന്ന് വെച്ചാൽ തൻ്റെ യാഗാഗ്നിയിലേക്ക് ഹവിസിലേക്ക് സമർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളെ ഞാൻ അതുപോലെ സ്വീകരിച്ച് സന്തോഷിച്ച് ഭക്ഷിക്കുന്നില്ല, സന്തോഷത്തോടു കൂടി ഞാൻ ഭക്ഷിക്കുന്നില്ല എന്നത്. എന്നിട്ട് ഏതുപോലെ എന്നാണ് അടിയിലത്തെ വരിയിൽ പറയുന്നത്. ചോദ്യ ഘൃത പ്ലുതം അതൻ ഹുതഭുങ് മുഖേന യത് ബ്രാഹ്മണസ്യ, ഒരു ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണൻ ചോദ്യം എന്ന് വെച്ചാൽ പകർന്നു കൊടുക്കുക. ഘൃതപ്ലുതം നെയ്യ്, മനസ്സിലായ? നെയ്യ് കൂട്ടി ചോറിൽ പകർന്നു കൊടുത്തിട്ട് ആ നെയ്യ് കൂട്ടിയ ഭക്ഷണം അതെന്ന് വെച്ചാൽ അത് ഭക്ഷിക്കുക. ഹുതഭുങ് മുഖേന, അവൻ്റെ മുഖമാകുന്ന വായയാകുന്ന യാഗാഗ്നിയിലേക്ക് നെയ്യ് കൂട്ടി ഒഴിച്ച് ഭക്ഷണം പകർന്നു കൊടുത്ത് അവൻ്റെ വായയാകുന്ന യാഗാഗ്നിയിലേക്ക് അത് കൊടുക്കുമ്പോൾ മുഖതഃ, അവൻ്റെ മുഖത്തുള്ള ആ വായയിൽ കൂടെ അവനത് അഗാസം എന്ന് വെച്ചാൽ ആ ഉരുളകൾ ഭക്ഷിക്കുമ്പോൾ ചരതഃ, യഥാർത്ഥത്തിൽ അത് ആസ്വദിച്ച് അനുഭവിച്ച് ഭക്ഷിക്കുന്നത് ഞാനാണ്. മനസ്സിലായ? ചരതഃ, അത് അനുഭവിക്കുന്നത് ഞാനാണ്. കാരണം പറയാണ് ലാസ്റ്റത്തെ വരിയിൽ, തുഷ്ടസ്യ, വളരെ സന്തോഷത്തോടെ, മയി, എന്നിൽ, അവഹിതേ, സകലതും സമർപ്പിച്ച, നിജകർമ്മഭാഗേ, എല്ലാ കർമ്മം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ശരീരം കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, കാണുക, കേൾക്കുക, നടക്കുക, ഇരിക്കുക, പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഏതൊക്കെ രീതിയിൽ കർമ്മം ചെയ്യുന്നു. ഇനി മനസ്സിൻ്റെ കർമ്മം, ചിന്തകൾ, ഇങ്ങനെയെല്ലാ ബുദ്ധിയുടെ കർമ്മം, ഇങ്ങനെ എല്ലാവിധ നിജകർമ്മഭാഗേ, എല്ലാ കർമ്മങ്ങളുടെ ഫലങ്ങളും അവഹിതേ, എന്നിൽ സമർപ്പിച്ച് തുഷ്ടസ്യ, സന്തുഷ്ടരായിരിക്കുന്ന ബ്രഹ്മജ്ഞാനികളാണ് അവർ. അതുകൊണ്ട് അവർ
അവരുടെ യാഗാഗ്നി ഒരു പൂജാരി പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണന്റെ യാഗാഗ്നി പോലെ ബ്രഹ്മജ്ഞാനിയുടെ യാഗാഗ്നി എന്ന് പറഞ്ഞ വായയാണ്. ആ വായയിലേക്ക് നെയ്യ് കൂട്ടി ഒഴിച്ച സ്വാദിഷ്ടമായ ഭക്ഷണം ഉരുളയാക്കി അവൻ ആസ്വദിച്ച് കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഞാനാണ് കഴിക്കുന്നത്. കാരണം അവനത് ബ്രഹ്മമാണെന്ന് കരുതിയിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഞാനാണ് അത് അനുഭവിച്ച് കഴിക്കുന്നത്. അതാണ് എനിക്ക് ഒരു പൂജാരി, ഒരു യജമാനൻ ഒരു ഹോമം ചെയ്യുമ്പോൾ ആ ഹവിസിലേക്ക് അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നിൽ പൂർണ്ണ അർപ്പണം ചെയ്ത ഒരു ബ്രഹ്മജ്ഞാനി സ്വീകരിക്കാനാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മനസ്സിലായി? അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോൾ അവരെയാണ് എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരെയാണ് സന്തോഷിപ്പിക്കേണ്ടത്. എൻ്റെ ഭക്തന്മാർ അവരെയാണ് സന്തോഷിപ്പിക്കേണ്ടത്. കാരണം അവരിലൂടെ അതെല്ലാം, അവർക്ക് നിങ്ങൾ എന്തു കൊടുത്തോ അതെല്ലാം എന്നിലേക്കാണ് വന്നു ചേരുന്നത്. കാരണം അത് ഞാനാണത് സ്വീകരിക്കുന്നത്. അപ്പോൾ എന്നെയാണ് സന്തോഷിപ്പിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അവരെയാണ് സന്തോഷിപ്പിക്കേണ്ടത്. അവരെ അവഗണിച്ചാൽ അത് എന്നെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു പൂജ എന്ന കർമ്മത്തിൽ അർപ്പിക്കുന്നതിനേക്കാളും മനസ്സുകൊണ്ട് എന്നിൽ പൂർണ്ണമായ എല്ലാ കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ബ്രഹ്മജ്ഞാനികളുണ്ടല്ലോ, അവരുടെ സമർപ്പണമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പൂജ എന്ന കർമ്മത്തിൽ സമർപ്പിക്കുന്നതിനേക്കാളും എന്നാണ് പറയുന്നത്. മനസ്സിലായ ആ ശ്ലോകത്തിന്റെ അർത്ഥം? മനസ്സിലായി. ഇനി ശ്ലോകം 9. യേശാം, അത്രയും ശ്രേഷ്ഠന്മാരാണ് ഈ ബ്രഹ്മജ്ഞാനികളായ സനകാദികൾ എന്ന് അവരുടെ ശ്രേഷ്ഠത അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഭഗവാൻ. യേശാം ബിഭർമി അഹം അഖണ്ഡ വിഗുണ്ടയോഗമായ വിഭൂതി അമല അംഗ്രി രജ കിരീടൈഹി വിഭ്രാന്തു കഹന വിഷഹേദ യത് അർഹണാം അംബ സത്യപുനാദി സഹ ചന്ദ്രലലാമലോകാൻ. യേശാം ബിഭർമി അഹമഖണ്ഡ വിഗുണ്ടയോഗമായ വിഭൂതി അമല അംഗ്രി രാജഃ കിരീടൈഹി വിഭ്രാന്തു കഹ ന വിഷഹേദ യത് അർഹണ അംബ സദ്യഃ പുനാദി സഹ ചന്ദ്രലലാമലോകാൻ. ഇവിടെയും ആ ബ്രഹ്മജ്ഞാനികളുടെ മഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് യത് അർഹണ അംബ, ഏതൊരു അർഹണ അംബ, ജലത്താലാണോ അർപ്പിക്കപ്പെട്ടത്, അംബ എന്ന് വെച്ചാൽ ജലം, ഏതൊരു ജലത്താലാണോ അർപ്പിക്കപ്പെട്ടത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ മഹാവിഷ്ണു പറയാണ്, ഞാൻ വാമനാവതാരം എടുത്ത് ചെന്നപ്പോൾ മഹാബലിക്ക് 2 പാദങ്ങൾ വെച്ച് ത്രിലോകങ്ങൾ 3 ലോകങ്ങളും ഞാൻ ഇങ്ങെടുത്തില്ലേ. അപ്പോൾ ആ 2 പാദങ്ങൾ വെച്ചപ്പോൾ ഒരു പാദം ബ്രഹ്മലോകത്ത് ചെന്നപ്പോൾ ആ ബ്രഹ്മലോകത്ത് വസിക്കുന്ന ബ്രഹ്മാവ് ഭഗവാന്റെ പാദം ബ്രഹ്മലോകത്ത് എത്തിയത് കണ്ടപ്പോൾ ജലം കയ്യിലെടുത്ത് ആ പാദങ്ങൾ കഴുകിയത്. അങ്ങനെ ബ്രഹ്മലോകത്തിരുന്നു കൊണ്ട് ബ്രഹ്മദേവൻ ഭഗവാന്റെ പാദങ്ങൾ കഴുകിയ ജലമാണ് ഗംഗാനദിയായി ഒഴുകുന്നത്. ആ ജലം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ടത്. മനസ്സിലായല്ലോ? ഗംഗാജലം കൊണ്ട്. അതാണ് ഏതൊരു ഗംഗാജലം കൊണ്ടാണോ അർപ്പിക്കപ്പെട്ട അംബ, ആ ജലം കൊണ്ടാണോ എൻ്റെ പാദങ്ങൾ കഴുകിയത്, ആ ജലം തന്നെയാണ് ഗംഗാനദിയായി ഒഴുകിയത്. ആ ജലമാണ് ശിവഭഗവാൻ തൻ്റെ ജടയിൽ കൂടി സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഒഴുക്കിയത്. അതാണ് ഇവിടെ ശിവഭഗവാന്റെ പേര് വരാൻ കാരണം അതാണ്. സഹ ചന്ദ്രലലാമ, ചന്ദ്രലലാമ എന്ന് വെച്ചാൽ ഭഗവാൻ മഹാദേവൻ. അതുപോലെ ലോകാൻ, ത്രിലോകങ്ങളും സദ്യഃ പുനാദി, വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധമാക്കപ്പെട്ടു എന്ന്. അതിനാൽ അതായത് എൻ്റെ പാദം കഴുകിയ ജലമായിട്ടുള്ള ആ ഗംഗാജലം തൻ്റെ ജടയിൽ സ്വീകരിച്ചതിലൂടെ ശിവഭഗവാനും ഭഗവാന്റെ ജടയിലൂടെ അത് ഭൂമിയിലേക്ക് ഒഴുകിയപ്പോൾ ത്രിലോകങ്ങളും സദ്യഃ പുനാദി, വളരെ പെട്ടെന്ന് പരിശുദ്ധമാക്കപ്പെട്ടു എന്ന്. അത്രയ്ക്ക് ശ്രേഷ്ഠതയുണ്ട് എനിക്ക് എന്നാണ് മഹാവിഷ്ണു പറയുന്നത്. അങ്ങനെയുള്ള ഞാൻ, ഇനി അതുമാത്രമല്ല, അഖണ്ഡ വിഗുണ്ട യോഗമായ, അഖണ്ഡം എന്ന് വെച്ചാൽ മുറിയാത്ത, വിഗുണ്ടം എന്ന് വെച്ചാൽ തടസ്സമില്ലാത്ത യോഗമായ ശക്തിയുടെ പ്രഭാവവുമുള്ള ഞാൻ യേശാം, ആ ബ്രാഹ്മണരുടെ വിഭർമി എന്ന് വെച്ചാൽ വഹിക്കുന്നു, അഹം എന്ന് വെച്ചാൽ ഞാൻ, എന്താണ് വഹിക്കുന്നത്? ആ ബ്രാഹ്മണരുടെ അമല അംഗ്രി രജ കിരീടേ, അവരുടെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പൊടിപടലങ്ങളെ അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ കിരീട, എൻ്റെ കിരീടത്തിൽ വിഭർമി വഹിക്കുന്നു ആ പൊടിയെന്ന്.
ഭഗവാൻ അവരുടെ പാദങ്ങളിലാണെന്ന് നമസ്കരിക്കാമെന്ന്. ഇങ്ങനെയുള്ള ഞാനാണ് പറയുന്നത് കേട്ടാ. എൻ്റെ പാദങ്ങൾ ബ്രഹ്മലോകത്ത് എത്തിയപ്പോൾ, വാമനാവതാരമായിരിക്കുമ്പോൾ എല്ലാ ലോകങ്ങളെയും അളന്നെടുത്തപ്പോൾ ബ്രഹ്മലോകത്തും ഭഗവാന്റെ പാദം എത്തി. അങ്ങനെ എത്തിയപ്പോൾ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളെ കഴുകിയ ആ ഗംഗാജലം ശിവഭഗവാൻ ജടയിൽ സ്വീകരിച്ചതിലൂടെ ശിവഭഗവാനും അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയതിലൂടെ എത്ര ലോകങ്ങളും വളരെ പെട്ടെന്ന് പരിശുദ്ധമാക്കപ്പെട്ട, തടസ്സമില്ലാത്ത മുറിയാത്ത യോഗമായ ശക്തിയുടെ പ്രഭാവത്തിലിരിക്കുന്ന ഞാൻ പോലും ഈ ബ്രഹ്മജ്ഞാനികളുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ പാദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന പൊടി ധൂളികൾ എൻ്റെ കിരീടത്തിൽ വഹിക്കുന്നതിലൂടെ ഞാൻ പരിശുദ്ധനാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിപ്രാൻ, അല്ലയോ ബ്രാഹ്മണരെ, കഹ ആർക്കാണെന്ന്, ന വിഷഹേദ, നിങ്ങളുടെ തെറ്റുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ വഹിക്കുക, വിഷഹേദാഞ്ച വഹിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാൻ ആർക്കാണ് സാധിക്കുക? അതാണ് അർത്ഥം. അതായത് ഇവർ സനകാദി മഹർഷിമാർ ഭഗവാനോട് പറഞ്ഞില്ലേ, അതായത് കോപം വന്ന് ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു, പാർഷദന്മാരോട് ഇത്രയും വലിയൊരു ശാപവാക്ക് പറയേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധം ഇവർക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത തെറ്റിന് അങ്ങ് എന്ത് ശിക്ഷ തന്നാലും ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പറയാണ്, നിങ്ങളുടെ തെറ്റ് ഞാൻ സ്വീകരിക്കണോ? അതായത് അത് നിങ്ങളല്ല ചെയ്തത്, അതിലെനിക്ക് ഞാനാണ് നിങ്ങളുടെ നാവിനെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ജയവിജയന്മാർക്ക് യഥാർത്ഥത്തിൽ ആ ശിക്ഷ കൊടുത്തത് ഞാനാണ്. നിങ്ങളുടെ നാവിലിരുന്ന് അത് അവരോട് പറഞ്ഞത് ഞാനാണ്. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളുടെ സകല തെറ്റുകളെയും ഞാൻ സ്വീകരിക്കുന്നു. കാരണം മഹാദേവനെ പോലും ഈ ലോകങ്ങളെ പോലും പരിശുദ്ധമാക്കിയ ഞാൻ, എൻ്റെ പാദം കഴുകിയ ഗംഗാജലത്താലാണ് അത് ശുദ്ധീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ തടസ്സമില്ലാത്ത യോഗമായ ശക്തിയുടെ പ്രഭാവവുമുള്ള ഞാൻ പോലും ആ ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ മഹാജ്ഞാനികളുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ധൂളി പൊടികൾ പതിഞ്ഞ് എൻ്റെ കിരീടത്തിൽ വഹിക്കുന്നതിലൂടെയാണ് ഞാൻ പോലും പരിശുദ്ധനാക്കപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള എനിക്ക് അങ്ങനെയുള്ള ആർക്കാണ് നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങൾ ചെയ്ത തെറ്റിനെ സ്വീകരിക്കാതിരിക്കാൻ കഴിയുക? നിങ്ങൾ ചെയ്തത് തെറ്റല്ല, ആ തെറ്റും നിങ്ങൾ ചെയ്യുന്ന ശരിയും ഒക്കെ ഞാൻ സ്വീകരിക്കുന്നു. അത് ഞാൻ ചെയ്തതാണ്, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അതിൽ വിഷമിക്കുകയോ സ്വയം പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിഷമിക്കുകയോ വേണ്ട. നിങ്ങൾ ചെയ്യുന്ന സകല തെറ്റുകളും നിങ്ങൾ ചെയ്യുന്ന സകല നന്മകളും ശരികളും, അവിടെ തെറ്റ് ശരി എന്നുള്ള വ്യത്യാസമില്ല എനിക്ക്. കാരണം നിങ്ങൾ സകല കർമ്മത്തെയും എന്നിൽ സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് അതിലെനിക്ക് ശരി തെറ്റ് വ്യത്യാസമില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ ആർക്കാ കഴിയുക എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഇങ്ങനെ പ്രഭാവത്തിൽ പരിശുദ്ധമായി ഇരിക്കുന്നത് നിങ്ങളുടെ പാദങ്ങൾ എൻ്റെ കിരീടത്തിൽ പതിഞ്ഞ് നിങ്ങളിൽ പാദ നമസ്കാരം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ പോലും അവരുടെ പാദങ്ങളെ നമസ്കരിക്കുന്നു എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പം എത്രയെ ഞാൻ പോലും പരമമായി കാണുന്നത് ഈ ബ്രഹ്മജ്ഞാനികളെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണരുടെ ശ്രേഷ്ഠത എത്രമാത്രമാണെന്നാണ് ഈ വരികളിലൂടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം 10. യേ മേ തനു ദ്വിജവരാൻ ദുഹതി മദീയ ഭൂതാനി അലബ്ധ ശരണാനി ച ഭേദബുദ്ധ്യ ദ്രക്ഷ്യന്തി അഗക്ഷത ദൃശഃ ഹി അഹിമന്യവഃ താൻ ഗൃദാ രുഷാ മമ പുഷന്തി ദിദണ്ഡനേതുഃ യേ മേ തനുഃ ദ്വിജവരാൻ ദുഹതി മദീയ ഭൂതാനി അലബ്ധ ശരണാനി ച ഭേദബുദ്ധ്യ ദ്രക്ഷ്യന്തി അഗക്ഷതദൃശഃ ഹി അഹിമന്യവഃ താൻ ഗൃദാ രുഷാ മമ പുഷന്തി ദിദണ്ഡനേതുഃ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? യേ എന്ന് വെച്ചാൽ ആരാണ്, മേ എൻ്റെ തനു ശരീരമായ ദ്വിജവരാൻ ബ്രാഹ്മണ ശ്രേഷ്ഠരെയും. അപ്പോൾ ഭഗവാൻ പറയാണ്, എന്നിട്ട് ആരാണോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ബ്രഹ്മജ്ഞാനികൾ എന്ന് വെച്ചാൽ അത് ഞാൻ തന്നെയാണ്. ആ ശരീരം എൻ്റെ ശരീരമാണെന്ന് അതാണ് പറയുന്നത്. മേ തനു എൻ്റെ ശരീരമായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരെയും ദുഹതി പശു, മനസ്സിലായില്ലേ? പരിശുദ്ധമായ പശുക്കളെ, മതിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പശുക്കളെയും ഭൂതാനി അലബ്ധ ശരണാനി ആരും ശരണം ആശ്രയിക്കാനില്ലാത്ത ഭൂതാനി ജീവസത്തകളെയും ഭേദബുദ്ധ്യാ ദൃക്ഷ്യന്തി ഭേദചിന്തയോടുകൂടി കാണുന്നു. ഇത് ഇവരല്ലേ,
ഇത് നായ്ക്കളല്ലേ, അല്ലെങ്കിൽ ഇത് മൃഗങ്ങളല്ലേ, അങ്ങനെയുള്ള ആരും ശരണം ആശ്രയിക്കാനില്ലാത്ത ജീവസത്തകളെ, പശുക്കളെ, അതുപോലെ എൻ്റെ ശരീരം തന്നെ ആയിരിക്കുന്ന ബ്രാഹ്മണരെ, ബ്രഹ്മജ്ഞാനികളെയൊക്കെ ഭേദചിന്തയോടെ ദ്രക്ഷന്തി കാണുന്നത് ആരാണോ അവരുടെ അകക്ഷത ദൃശഃ, അവർ ചെയ്യുന്ന ആ പാപം നിമിത്തം ദൃശഃ അവരുടെ ശരിയായ കാഴ്ചപ്പാട് നശിച്ചു പോകുന്നു. ശരിയായ ഉൾക്കാഴ്ച നശിച്ചു പോയിട്ട് എന്താ സംഭവിക്കുക? അപ്പോൾ അഹിമന്യവഹ എന്ന് വെച്ചാൽ സർപ്പത്തെ പോലെ എന്ന് വെച്ചാൽ അവര് ആ മഹാപാപികള് സർപ്പത്തെ പോലെ. ആര് സർപ്പത്തെ പോലെ ആവുന്ന പറയുന്നത്? ഘൃത എന്ന് വെച്ചാൽ കഴുകന്മാർ. രുഷ എന്ന് വെച്ചാൽ കോപത്തോടു കൂടി, അതായത് കൊത്താൻ നിൽക്കുന്ന സർപ്പത്തെ പോലെ കോപത്തോടു കൂടി കഴുകന്മാർ കുഷന്തി കൊത്തിവലിക്കുന്നു അവരെ. ആരുടെ കഴുകന്മാർ എന്നാണ് പറയുന്നത്? ദിദണ്ഡനേതു, ദണ്ഡ ശിക്ഷ കൊടുക്കാൻ ഞാൻ നിയോഗിച്ചിട്ടുള്ള ആൾ ആരാണ്? ഭഗവാൻ പറയാണ് യമരാജൻ. ഓരോരുത്തരും ഭൂമിയിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ശിക്ഷ കൊടുക്കാൻ ഞാൻ നിയോഗിച്ചിരിക്കുന്ന യമരാജനെയാണ്. ആ യമരാജന്റെ കഴുകൻ, അതാണ് ഗൃദ്ര എന്ന് പറയുന്നത്. ആ യമരാജന്റെ കഴുകൻ വളരെ കോപിച്ച് വിഷം ചീറ്റാൻ നിൽക്കുന്ന ഒരു സർപ്പത്തെ പോലെ അവന്റെ കൊക്കുകളാൽ കൊത്തിവലിക്കപ്പെടുന്ന ഈ മഹാപാപികളെ ഈ ഭേദചിന്തയോടുകൂടി എൻ്റെ ശരീരം തന്നെയായിരിക്കുന്ന ബ്രഹ്മജ്ഞാനികളെയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പശുക്കളെയും ആരും ആശ്രയിക്കാനില്ലാത്ത ജീവസത്തകളെയും ഒക്കെ ഭേദചിന്തയോടെ കാണുന്നത് ആരാണോ അവരെ യഥാർത്ഥ ദൃഷ്ടി കാഴ്ച നഷ്ടപ്പെട്ട ആ മഹാപാപികളെ ശിക്ഷകൾ നടപ്പിലാക്കാൻ ഞാൻ നിയോഗിച്ചിരിക്കുന്ന യമരാജന്റെ കഴുകനാൽ ഒരു സർപ്പത്തെ പോലെ ചീറ്റാൻ നിൽക്കുന്ന ഒരു സർപ്പത്തെ പോലെ അവൻ കൊത്തിവലിക്കപ്പെടുന്നു. അതുപോലെ പാപങ്ങൾ ദുരിതഫലങ്ങൾ അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ഇവരെയൊക്കെ ഭേദചിന്തയോടെ നിങ്ങൾ വേറെ എന്നുള്ള ഭേദചിന്തയോടെ കാണുന്ന മഹാപാപികൾക്ക് വരുന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ശ്ലോകം 11. യേ ബ്രാഹ്മണാൻ മയി ദിയാ ക്ഷിപദഃ അർച്ചയന്തഃ തുഷ്യത് ഹൃദഃ സ്മിത സുദോക്ഷിത പത്മവക്ത്രഃ വാണി അനുരാഗകലയാ ആത്മജവത് ഗൃണന്തഃ സംബോധയന്തി അഹം ഇവ അഹമുപാഹൃത തൈഹി. യേ ബ്രാഹ്മണാൻ മയി ദിയാ ക്ഷിപദഃ അർച്ചയന്തഃ തുഷ്യത് ഹൃദ സ്മിത സുദോക്ഷിത പത്മവക്ത്രഃ വാണ്യാ അനുരാഗകലയാ ആത്മജവത് ഗൃണന്ത സംബോധയന്തി അഹം ഇവ അഹമുപാഹൃത തൈഹി. അതായത് ഇനി ആരാണോ അപ്പോൾ അവരെയൊക്കെ ഭേദചിന്തയോടെ വ്യത്യസ്തരെന്ന ചിന്തയോടെ കാണുന്നത് അതായത് അവരിലൊന്നും എന്നെ കാണാതെ വേറെ ആളുകൾ അല്ലെങ്കിൽ വേറെ എന്ന രീതിയിൽ കാണുന്നവർക്ക് വരുന്ന ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇനി അങ്ങനെ കാണാതിരിക്കുന്ന ഇവരെയൊക്കെ ബ്രഹ്മജ്ഞാനികളെ ഞാൻ ആദരിക്കുന്നത് പോലെ ആദരിക്കുന്നവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആരാണോ ബ്രാഹ്മണാൻ ഈ ബ്രാഹ്മണന്മാരെ ബ്രഹ്മജ്ഞാനികളെ മയീതിയ എന്നെ അവർ മനസ്സിൽ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ആ ബ്രാഹ്മണരെയും ക്ഷിപദഃ അർച്ചയന്ത അവർ കോപിച്ച് കഠിനമായ വാക്കുകൾ പറഞ്ഞാലും അർച്ചയന്താന്ന് വെച്ചാൽ ആദരിക്കുന്നത്. ഇനി തുഷ്യത് ഹൃദ അതിൽ സന്തോഷം അനുഭവിക്കുന്ന ഹൃദയമുള്ള അവരെ പൂജിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഹൃദയം, അതാണ് തുഷ്യത് ഹൃദയമുള്ളവരെ. ഇനി സ്മിത സുദോക്ഷിത പത്മവക്ത്ര അതായത് സ്മിത പുഞ്ചിരിച്ച സുദോക്ഷിത അമൃത പോലെയുള്ള അമൃത പോലെ പുഞ്ചിരിക്കുന്ന താമരപ്പൂ തെളിഞ്ഞ താമരപ്പൂ പോലെ മുഖത്തോടുകൂടി സംതൃപ്തമായി സന്തോഷിക്കുന്ന മനസ്സോടുകൂടി. ഇനി അനുരാഗകലയ വളരെ സ്നേഹത്തോടുകൂടി ആത്മജ ഒരു പുത്രൻ അച്ഛനെ എന്ന പോലെ വാണി അങ്ങനെയുള്ള വാക്കുകളാൽ ഗൃണന്ത ആ ബ്രഹ്മജ്ഞാനിയെ സ്തുതിക്കുന്നതും അതുപോലെ സംബോധയന്തി അഹം എന്ന് വെച്ചാൽ ഞാൻ, ഇവ എന്ന് വെച്ചാൽ പോലെ സംബോധയന്തി. ഇപ്പം ഞാൻ ഇവിടെ വന്ന് അവരെ ആദരിക്കുന്നില്ലേ അതുപോലെ എന്നെ പോലെ തന്നെ അവരെ ആദരിക്കുന്നത് ആരാണോ അഹം ഞാൻ ഉപാഹൃത തൈഹി അവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവുന്നത്, ഞാൻ അവർക്ക് വിധേയനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ ഈ ബ്രാഹ്മണന്മാർ ഈ ബ്രഹ്മജ്ഞാനികൾ ഈ സദകാദികളെ പോലെയുള്ള ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനികൾ എന്നെ മനസ്സിൽ കണ്ട് സ്നേഹിക്കുന്ന ഒരു ഭക്തൻ അതേപോലെ ആ ബ്രഹ്മജ്ഞാനികളെ ആദരിക്കുക. അവർ ദേഷ്യത്തോടെ സംസാരിച്ചാലും അവർ കഠിന വാക്കുകൾ പറഞ്ഞാലും അത് ഞാനാണ് പറയുന്നത് എന്ന് വിചാരിച്ച് അവരെ ആദരിക്കുക. അവരെ ആദരിക്കുന്നതിൽ ആരാധിക്കുന്നതിൽ സന്തോഷം അനുഭവിക്കുക. പിന്നെ പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട്
എന്താ പറയുക, വളരെ പുഞ്ചിരിച്ച താമരപ്പൂ പോലെയുള്ള മുഖത്തോടു കൂടി സംതൃപ്തം, അതായത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ. അപ്പോൾ മുഖം മനസ്സ് സംതൃപ്തിയും സന്തോഷത്തോടു കൂടി ഈ ആദരവ് കാണിക്കുമ്പോൾ മുഖത്ത് അത് കാണാം. അപ്പം മുഖം അതുപോലെ താമരപ്പൂ പോലെ തെളിഞ്ഞ മുഖത്തോടു കൂടി ഒരു പുത്രൻ, ഒരു മകൻ അച്ഛനെ സ്തുതിച്ചു പറയുന്നത് പോലെ അവരെ നല്ല സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവരെ സ്തുതിക്കുക. എന്നെ പോലെ അഹമിവ, എന്നെ പോലെ അവരെ ആദരിക്കുകയും ചെയ്യുന്നതാരാണോ അവർക്ക് ഞാൻ വിധേയനായിരിക്കും, അവരുടെ കൂടെ ഞാനുണ്ടായിരിക്കും. നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അവരെ ആദരിക്കാതെ ഭേദചിന്തയോടെ, അവരെ മാത്രമല്ല എനിക്ക് പ്രിയപ്പെട്ട പശുക്കളെ എന്ന് വെച്ചാൽ മൃഗങ്ങളെ ഒക്കെ ഉൾപ്പെടുത്താം. പിന്നെ ശരണമില്ലാത്ത, ആരും ആശ്രയമില്ലാത്ത ജീവസത്തകളെ ഒക്കെ പറയാം. ഇവയൊക്കെ ഭേദചിന്തയോടെ കാണുന്നവർക്ക് യമരാജൻ കൊടുക്കാൻ പോകുന്നത് കടുത്ത ശിക്ഷയായിരിക്കും വരാൻ പോകുന്ന ജന്മങ്ങളിൽ. ഇനി ഈ ബ്രാഹ്മണരെ എന്നെ എങ്ങനെയാണോ ധ്യാനിക്കുന്നത് അതുപോലെ ബ്രഹ്മജ്ഞാനികളെ ആദരിക്കുകയും അവരെ സ്തുതിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 12. തത് മേ സുഭർത്തു അവസായം അലക്ഷ്യമാണൗ യുഷ്മത് വ്യതിക്രമഗതിം പ്രതിപദ്യ സത്യഃ ഭൂയഃ മമാന്തികം ഇദാ തദനുഗ്രഹോ മേ യത് കൽപ്പതാം അചിരതഃ ഹൃദയോ വിവാസഃ. തത് മേ, അതുകൊണ്ട്, ബ്രാഹ്മണന്മാർക്ക് ഇത്രയ്ക്കും ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞില്ലേ ബ്രഹ്മജ്ഞാനികൾക്ക്, ആയതിനാൽ മേ എൻ്റെ സ്വഭർത്തു, അതായത് എൻ്റെ ഭൃത്യന്മാർ, അവരുടെ യജമാനനായിട്ടുള്ള എൻ്റെ, അതാണ് സ്വഭർത്തു, തങ്ങളുടെ യജമാനനായ എൻ്റെ അവസായം മനസ്സിനെ അലക്ഷ്യമാണോ, മനസ്സിലാക്കാതെ, അതാണ് പറയുന്നത്. ആയതിനാൽ ബ്രഹ്മജ്ഞാനികളെ ഇത്രയും ശ്രേഷ്ഠയുള്ളതിനാൽ എൻ്റെ ഭൃത്യന്മാർ അവരുടെ യജമാനനായ എൻ്റെ അവസായം എന്ന് വെച്ചാൽ മനസ്സിനെ, എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അലക്ഷ്യമാണോ, ഞാൻ ഇത്രയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് സനകാദികൾ എന്ന് മനസ്സിലാക്കാതെ, എൻ്റെ ഉള്ളു മനസ്സിലാക്കാതെ, യുഷ്മത്, നിങ്ങളോട് വ്യതിക്രമഗതിയും, തെറ്റായ ഒരു അപരാധം പ്രവർത്തിച്ചതിൻ്റെ ഗതിയും ഫലമായി സത്യഹ, വളരെ പെട്ടെന്ന് തന്നെ പ്രതിപത്യ, ആ ഫലം അവർ അനുഭവിക്കണം, ആ കർമ്മഫലം അവർ പെട്ടെന്ന് തന്നെ അനുഭവിക്കണം. അതാണ് പറയുന്നത്. ആയതിനാൽ, തതെന്ന് വെച്ചാൽ ആയതിനാൽ, എൻ്റെ ഭൃത്യന്മാരായ ജയവിജയന്മാർ അവരുടെ യജമാനനായിരിക്കുന്ന എൻ്റെ മനസ്സിൽ എന്താണ്, ഞാൻ നിങ്ങളെ എത്രമാത്രം ആദരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ അവർ നിങ്ങളോട് ചെയ്ത് ഈ അപരാധത്തിൻ്റെ ഫലം എത്രയും പെട്ടെന്ന് അവർ അനുഭവിക്കണം. എന്നിട്ട് അപ്പോൾ ഭൂമിയിൽ പോയി അവർ ആ കർമ്മപ്രാരാബ്ധം അനുഭവിച്ചിട്ട് ഭൂയഹ, വീണ്ടും മമാന്തികം ഇതാ, എൻ്റെ അടുത്തേക്ക് തന്നെ അവർ തിരിച്ചെത്തിയിട്ട് തത് അനുഗ്രഹവുമേ, എത്രയും പെട്ടെന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന്. അപ്പോൾ ഭഗവാൻ പറയുന്നത് അവരെൻ്റെ അടുത്തേക്ക് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം, അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെടണം എന്നാണ് ഭഗവാൻ പോലും പറയുന്നത്. ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന്, മേ അനുഗ്രഹം, ഞാൻ അങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. എൻ്റെ പാർഷദന്മാർ എല്ലാം കളങ്കങ്ങളും മാറി പരിശുദ്ധരാക്കപ്പെട്ട് എന്നോടുകൂടി നിൽക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ എൻ്റെ പാർഷദന്മാർ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങളോടൊരു അപരാധം പ്രവർത്തിച്ചതിൻ്റെ കർമ്മഫലം എത്രയും പെട്ടെന്ന് അവർ ഭൂമിയിൽ പോയി അനുഭവിച്ച് എത്രയും പെട്ടെന്ന് അവർ വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തട്ടെ, അങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന്. എന്നിട്ട് പറയാണ് യത് കൽപ്പതാം അചിരത, അചിരത, അധികം താമസിക്കരുത്, അത് വളരെ പെട്ടെന്ന് തന്നെ യത് കൽപ്പതാം, അത് സംഭവിക്കട്ടെ. ഹൃദയോഹോ, എൻ്റെ ഭൃത്യന്മാർ വിവാസ, വിവാസ എന്ന് വെച്ചാൽ നാട് വിട്ടു പോവാന്ന്, അതായത് വൈകുണ്ഠം വിട്ടിട്ട് എത്രയും പെട്ടെന്ന് പോകട്ടെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പ്രാരാബ്ധം അനുഭവിച്ച് അവരെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് തന്നെ പരിശുദ്ധരായി തിരിച്ചെത്തട്ടെ, അങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. നോക്കൂല്ലേ, സനകാദികളോടും ജയവിജയന്മാരോടൊക്കെ ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹമുണ്ടല്ലോ, ഞാൻ അവരുടെ ദാസനാണെന്നുള്ള ആ ഒരു സ്നേഹം, അവരെൻ്റെ അടുത്ത് വന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ, അതിനവരെത്രയും പെട്ടെന്ന് പരിശുദ്ധരാവട്ടെ, എത്രയും പെട്ടെന്ന് ആ കർമ്മഫലം അവർ അനുഭവിക്കട്ടെ, അങ്ങനെ അവർ എൻ്റെ ഭൃത്യന്മാർ, ഹൃദയോഹോ, ഭൃത്യന്മാർ രണ്ടുപേരും വിവാസ, വൈകുണ്ഠം വിട്ട് പോകട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. ശ്ലോകം 13. ഇനി ബ്രഹ്മോവാച. അപ്പോൾ ഇത്രയും ഭഗവാൻ സനകാദികളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി ബ്രഹ്മാവ് ദേവന്മാരോട് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത തസ്യ ഉഷാദീം ദേവി ഋഷികുല്യാം സരസ്വതി ന ആസ്വാദ്യ മന്യു ദഷ്ടാനാം തേഷാം ആത്മ അഭി അതൃപ്തഃ. ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ സനകാദികൾക്ക് സത്യം പറഞ്ഞാൽ ഇത് വിശ്വാസമായില്ല. ഞങ്ങൾക്ക് ഇത്രയ്ക്കും പ്രാധാന്യമുണ്ടോ എന്ന രീതിയിൽ അവരങ്ങ് ഞെട്ടിധരിച്ച് നിന്നുപോയി.
അതായത് ഞങ്ങൾ ഇത്രയും ശ്രേഷ്ഠരാണോ, ഭഗവാൻ ഞങ്ങളെ ഇത്രയ്ക്ക് ഇത് പൊക്കി പറഞ്ഞതാണോ, അതോ ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരം ഉണ്ടോ, അത് ഭഗവാൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണോ, അതോ ശരിക്കും ഞങ്ങളെ അഭിനന്ദിച്ചതാണോ എന്ന് അവർക്ക് മനസ്സിലായില്ല എന്ന് അവരാകെ ഞെട്ടിപ്പോയി ഇത് കേട്ടപ്പോൾ. അതാണ് പറയുന്നത് ബ്രഹ്മാവ്. അതാ അപ്പോൾ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തസ്യ ആ ഭഗവാന്റെ ഉഷാദി എന്ന് വെച്ചാൽ മനോഹരമായ, ദേവി എന്ന് വെച്ചാൽ പ്രകാശിക്കുന്ന, ഋഷിതുല്യം എന്ന് വെച്ചാൽ വേദതുല്യമായ പരമ്പര, അതായത് വേദമന്ത്രങ്ങളുടെ പരമ്പര പോലെയുള്ള സരസ്വതി വാക്കുകൾ, വാണി സരസ്വതി എന്ന് വെച്ചാൽ വാക്കുകൾ. അപ്പോൾ ഭഗവാന്റെ ഇപ്രകാരമുള്ള മനോഹരമായ, ഭഗവാന്റെ വാക്കുകളാണല്ലോ വേദമന്ത്രങ്ങൾ, ഭഗവാനിൽ നിന്നാണ്, വാക്കുകളിൽ നിന്നാണ് വേദം ഉണ്ടായത്. അപ്പോൾ ഭഗവാന്റെ വാക്കുകളാകുന്ന, മനോഹരമാകുന്ന, വേദമന്ത്രങ്ങളുടെ പരമ്പരയാകുന്ന ആ മനോഹരമായി പ്രകാശിക്കുന്ന ആ വാക്കുകൾ കേട്ടപ്പോൾ അത് ആസ്വദിച്ചു എന്ന് സനകാദികൾ, അത് അവർ കേട്ടു ആസ്വദിച്ചു. പക്ഷേ മഞ്ഞു എന്ന് വെച്ചാൽ കോപം, ദഷ്ടാനം എന്ന് വെച്ചാൽ കടി, കോപത്തിന്റെ കടിയേറ്റ, കോപം കൊണ്ടല്ലേ നേരത്തെ നിന്നത്, അങ്ങനെയാണല്ലോ പാർഷദന്മാരെ ശപിച്ചത്. കോപത്തിന്റെ കടിയേറ്റ ദേശാം ആ മഹർഷിമാർക്ക് ആത്മാ അഭി അവരുടെ മനസ്സിന് ന അതൃപ്ത, ഒന്നും മനസ്സിലായില്ല എന്ന്, പൂർണ്ണ തൃപ്തി വന്നില്ല എന്നത്. അതാണ് അവരെ പറയുന്നതൊക്കെ കേട്ടാസ്വദിച്ചു നിന്നു, പക്ഷെ അവർക്ക് ഒരു മനസ്സിനൊരു തൃപ്തി വന്നില്ല. കാരണം തൃപ്തി വരാഞ്ഞത് അവർക്ക് ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അത് ശരിക്കും അവരെ കാരണം ഭഗവാൻ അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, അവരിലൂടെയാണ് ഞാൻ പരിശുദ്ധമാക്കപ്പെടുന്നത്, അവരിലൂടെയാണ് എൻ്റെ കീർത്തി വരുന്നത്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ശ്രേഷ്ഠരാണോ, ഇത് ഭഗവാൻ കളിയാക്കിയതാണോ, നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനാണോ, നമ്മുടെ അഹങ്കാരം പോവാമാണോ, കോപത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ അഹങ്കാരം പോകാൻ വേണ്ടിയാണോ, അതോ ശരിക്കും നമ്മളെ പ്രശംസിച്ചതാണോ എന്നറിയാതെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അസംതൃപ്തി സനകാദികളുടെ മനസ്സിലുണ്ടായി എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കാരണം ശ്ലോകം 14 സതീം വ്യാധായ ശൃണ്വന്തോ ലഘ്വി ഗുരു അർത്ഥഗഹ്വരാം വിഗാഹ്യ അഗാധ ഗംഭീരാം ന വിദുഹു തച്ചികർഷിതം. സതി എന്ന് വെച്ചാൽ ശ്രേഷ്ഠവും, ഇനി ലഘ്വി എന്ന് വെച്ചാൽ വളരെ ചുരുക്കി, കുറച്ചേ ഭഗവാൻ പറഞ്ഞോളൂ, ചുരുക്കിയിട്ട പറഞ്ഞത്. ആ ലഘ്വി എന്ന് വെച്ചാൽ മിതമായതും ചുരുക്കി പറഞ്ഞതും, ഗുരു അർത്ഥം വളരെ വലിയ ഗൗരവമുള്ള അർത്ഥമുള്ളതും, ഗഹ്വരാം പെട്ടെന്നാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതും ആയിട്ടുള്ള ആ വാക്കുകളെ വ്യാധ്യായ എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ ശൃണ്വന്തോ കേട്ടിട്ടും, ഇനി വിഗാഹ്യ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പുനർചിന്തനം ചെയ്തിട്ടും, അഗാധ ഗംഭീരം വളരെ ആഴമുള്ള അർത്ഥമുള്ളതും ഗംഭീരവുമായ അർത്ഥമുള്ളതുമായ ആ വാക്കുകളെ തത് ചികീർഷിതം അത് പറഞ്ഞ ഭഗവാന്റെ തത് ചികീർഷിതം മനസ്സിൽ എന്താണെന്ന് ന വിദുഹു ആ സനകാദികൾക്ക് മനസ്സിലായില്ല. സനകാദികൾക്ക് പോലും മാത്രമല്ല നമുക്കും മനസ്സിലായില്ല അല്ലേ, ഇത്രയ്ക്ക് ശ്രേഷ്ഠതയോ ബ്രഹ്മജ്ഞാനികൾക്ക് എന്ന് നമുക്ക് പോലും കേട്ടപ്പോൾ അത്ഭുതം തോന്നുന്ന പോലെയുള്ള ഒരു മഹാത്മ്യമാണ് ഭഗവാൻ ബ്രഹ്മജ്ഞാനികളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ ഭഗവാന്റെ ശ്രേഷ്ഠമായ മിതമായ അത്ര ഗൗരവമുള്ള അർത്ഥമുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ആ വാക്കുകളെ കുറിച്ച് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് പിന്നെയും പിന്നെയും ചിന്തിച്ചിട്ടും ഭഗവാന്റെ മനസ്സിൽ എന്താണ് ശരിക്കും ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നവിദു സനകാദികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനി ശ്ലോകം 15, ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ ശ്ലോകം. തേ യോഗമായയാ ആരബ്ധ പാരമേഷ്ട്യ മഹോദയം പ്രോജുഹു പ്രാഞ്ജലയോഹോ വിപ്രാ പ്രകൃഷ്ടഃ ക്ഷുഭിതത്വജഃ. തേ അങ്ങനെയുള്ള ആ യോഗമായ ആരബ്ധ യോഗമായ ശക്തിയാൽ നേടിയെടുത്ത ഭഗവാന്റെ നേടിയെടുത്ത കഴിവിനാൽ പാരമേഷ്ട്യ മഹോദയം നാനാവിധ മഹോദയം എന്ന് വെച്ചാൽ പല വിധത്തിൽ മഹത്വമുള്ള പാരമേഷ്ട്യ ആ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ അങ്ങനെയുള്ള തേന്ന് വെച്ചാൽ ആ സനകാദികൾ അവരുടെ യോഗമായ ശക്തിയുടെ പ്രഭാവത്താൽ അവർ മനസ്സിലാക്കി പല വിധത്തിൽ മഹാത്മ്യങ്ങളുള്ള ആ ഭഗവാന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ഭഗവാൻ നമ്മളെ എന്താ പറയുക പ്രശംസിച്ചത് തന്നെയാണ്. ഭഗവാൻ ശരിക്കും ബ്രഹ്മജ്ഞാനികളായ നമ്മളെ കളിയാക്കിയതോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല, ശരിക്കും നമ്മളെ പ്രശംസിച്ചത് തന്നെയാണ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി. സ്വന്തമായ യോഗമായ ശക്തിയാൽ ആ സനകാദികൾ മനസ്സിലാക്കിയിട്ട് പ്രോജു ഇപ്രകാരം പറഞ്ഞു. പ്രാഞ്ജലയ കൈകൾ കൂപ്പി, വിപ്ര എന്ന് വെച്ചാൽ മഹാസനകാദികൾ, പ്രഹൃഷ്ട എന്ന് വെച്ചാൽ സന്തോഷത്തോടെ, ക്ഷുഭിതത്വജ
ക്ഷുഭിതത്വജഹ എന്ന് വെച്ചാൽ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ രോമാഞ്ചം വന്ന്. സനകാദികൾ കുറേ ചിന്തിച്ചെങ്കിലും പിന്നീട് അവരുടെ യോഗമായ ശക്തിയാൽ അവർ ഭഗവാന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കി. ഭഗവാൻ ശരിക്കും പ്രശംസിച്ചത് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് സനകാദി മഹർഷിമാർ അപ്പോൾ സന്തോഷം വന്ന് രോമാഞ്ചം വന്ന് ഭഗവാന്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നുകൊണ്ട് ഭഗവാനോട് ഈ പ്രകാരം പറഞ്ഞു. ഇനി അവരെന്താണ് സനകാദികൾ ഭഗവാനോട് പറഞ്ഞത് എന്ന് നമുക്ക് നാളെ കാണാം. മനസ്സിലായി?